ഇത് മോളെ കാച്ചിയ എണ്ണയാ. കുഞ്ഞിലെ മുതലേ എന്റെ അമ്മ എന്നെ തേപ്പിച്ചതും ഞാൻ എന്റെ മക്കളെ തേപ്പിക്കുന്നതും അവരവരുടെ മക്കളെ തേപ്പിക്കുന്നത്. ആ മകനാണിത്. നല്ല മുടിയുണ്ടല്ലോ. അങ്ങോട്ട് കൊടുക്ക. ഈ പ്രാവശ്യം ഡാഡിയും മമ്മി വരാൻ നേരത്ത് ഫുഡ് ഐറ്റംസ് ഒക്കെ എങ്ങനെ കൊണ്ടുവന്നേ ചോദിച്ചു. ചക്കക്കുരു മെഴുക്കുരട്ടിയും കൂർക്ക മെഴുക്കുരട്ടിയും ഒക്കെ അവരെപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ കുക്ക് ചെയ്ത് കഴിഞ്ഞ് നേരെ തന്നെ ചൂടാറിയതിന് ശേഷം ഫ്രീസറിൽ കയറ്റി പിന്നെ ഫ്രോസൺ ബാഗിൽ വെച്ചു 12 to 15 hours തണുപ്പോട് കൂടി തന്നെ നിൽക്കും. ഈ പ്രാവശ്യം മമ്മി ചെടിയും കൊണ്ടാണ് വന്നത്. ഞാൻ ഊട്ടിന്ന് കൊണ്ടുവന്ന ചെടി. ഈ മമ്മിയെ പൊക്കാത്തത് പോലെ നിങ്ങളെ പൊക്കണമെന്നില്ല കേട്ടോ. എന്നോട് എല്ലാരും ചോദിക്കാറുണ്ട്, ചേച്ചി എങ്ങനെ ഇതൊക്കെ കൊണ്ടുവന്നു. ഇതെല്ലാം മമ്മിയുടെയാണ്. 6 മാസം മുമ്പ് ഇട്ടിട്ട് പോയതാണ്. പക്ഷെ അതേപോലെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാ ചെടി ഹാപ്പിയാണോ? അവിടെ ഉണ്ട്. എല്ലാവർക്കും ഉള്ളത് കൊണ്ടാണ് ഇത്. മമ്മി രക്ഷപ്പെട്ട പോലെ എല്ലാവരും രക്ഷപ്പെടണം എന്നില്ല കേട്ടോ. ബി കെയർഫുൾ ഗൈസ്. ഇത് ഞങ്ങളുടെ മൈസൂർ മമ്മീൻ്റെ അടിയൊക്കെ ചിക്കൻ മേടിക്കുന്ന കടയിലെ രമേശ് അണ്ണൻ്റെ അവിടെ നിന്നാണ്. 5 രൂപയുടെ പാക്കറ്റാണ്. ഇതാകുമ്പോൾ പിന്നെ എഗ് കറി ഉണ്ടാക്കാനും എഗ് മസാലയും ചിക്കൻ മസാലയും ബീഫ് മസാലയും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും സാമ്പാർ പൊടിയും കൂടെ ഉണ്ട്. ആച്ചി അതായത് സനക്കുട്ടൻ്റെ മമ്മി രാജേട്ടനെയും കൊണ്ട് ചുങ്കത്രയിൽ നിന്ന് മേടിപ്പിച്ച് കൊടുത്തു വിട്ടതാണ്. വേറെ സാമ്പാർ പൊടിയുണ്ട് കേട്ടോ, അതാണ് മമ്മി പൊടിച്ചത്. വേറെ മസാലകൾ ഈ 5 പൗണ്ടിൻ്റെ ആകുമ്പോൾ നമുക്ക് ചിക്കൻ കറി വെക്കാൻ നല്ല ഈസിയാണ്. ഇതെന്താ ഇവിടെ ചെരുപ്പ് കച്ചവടം ഉണ്ടോ? വീട്ടിലിടാനുള്ള എല്ലാ ചെരുപ്പ് കൊണ്ടാണ് മമ്മി വന്നിരിക്കുന്നത്. ബെന്നിച്ചാച്ചൻ തന്ന ചിപ്സ്, അത് ഉഷ ചേച്ചി തന്ന ചിപ്സ് ഉഷ ചേച്ചിയും ബാലേട്ടനും കൊടുത്തു വിട്ടതാണ്. അയ്യോ ഇത് എനിക്കറിയാം. മറ്റേ ഇങ്ങനെ ഡയമണ്ട്. അതെ ഡയമണ്ട് കട്ട്സിന്റെ കാപ്പിപ്പൊടി. ഇത് വയനാടൻ കാപ്പിപ്പൊടി.